എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 3 ലെയറിന്റെ മാസ്ക് ആണ്. ഇന്നത്തെ കാലത്ത് അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന 1 ലെയറിന്റെ 20 രൂപയുടെ ഒക്കെ മാസ്ക് ആക്കാരം. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പഴയ ചുരിദാറോ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു 3 ലെയറിന്റെ മാസ്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമുള്ളതായിക്കാരം. എല്ലാവരും ഫുള്ള് സ്കിപ്പ് അടിക്കാതെ മുഴുവനായിട്ട് കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ മാസ്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഒരു പഴയ ചുരിദാറിൻ്റെ നിന്നും മുറിച്ചെടുത്തിട്ടുള്ള ഒരു തുണിയാണ്. അപ്പം ഇതിൽ നിന്നാണ് ഞാൻ മാസ്ക് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിനി ഒരു പ്ലേറ്റ് എടുക്കുകയാണ്. ഇതാ ഈ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു ഏകദേശം ഒരു 24 സെൻറ്റിമീറ്റർ ഒക്കെ നീളം ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലേറ്റ് ആണോ ഉള്ളത് അത് എടുക്കുക. അതിനിപ്പം ഒരു 20 24 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു പ്ലേറ്റ് വേണം എടുക്കാൻ. അപ്പം ഞാൻ ഈ പ്ലേറ്റ് എടുത്താണ്ട് ഇതിന് ചുറ്റും ഒരു പെന്ന് ഉപയോഗിച്ചാണ്ട് വരച്ചെടുക്കുകയാണ്. ഇങ്ങനെ വരക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വൃത്തം കിട്ടും. ഇനി ഞാൻ ഈ വൃത്തം ഈ തുണിയിൽ നിന്ന് ഈ കത്രിക ഉപയോഗിച്ചാണ്ട് മുറിച്ചെടുക്കുകയാണ്. കറക്റ്റ് നമ്മൾ വരച്ച ഈ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് നമ്മുടെ മാസ്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പം ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്കിതുപോലത്തെ ഒരു വൃത്തം കിട്ടി. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ വൃത്തം രണ്ടാക്കി മടക്കിയെടുക്കാൻ പോവാണ്. നേർപകുതിയാക്കി മടക്കുക. രണ്ട് മൂലകളും ശരിക്കും കൂട്ടിയാണ്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഇനി ഞാനിത് വീണ്ടും ഒന്നും കൂടെ മടക്കുകയാണ്. രണ്ട് മൂലകളും കൂട്ടി ഞാൻ വീണ്ടും മടക്കി. ഇപ്പം ഇവിടെ ചെറുതായിട്ടായിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ കറക്റ്റ് ആക്കുകയാണ്. നിങ്ങൾ നല്ല നീറ്റിൽ ചെയ്യണം. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു സ്കെയിൽ എടുത്താണ്ട് നമുക്ക് അളവ് വരച്ചെടുക്കണം. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്കിൻ്റെ ഷേപ്പ് കിട്ടാൻ നമുക്കിത് കട്ട് ചെയ്യണം. അപ്പം ഞാൻ ഈ സ്കെയിലിൽ ഈ ചെറിയ 4 സെൻറ്റിമീറ്റർ എടുത്താണ്ട് ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. ഈ രണ്ട് മൂലകളും കൂടുന്നിടത്തുനിന്ന് മുകളിലോട്ട് 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തി. ഇനി ഇതേപോലെ തന്നെ താഴത്തുനിന്ന് മുകളിലോട്ട് ഒരു 8 സെൻറ്റിമീറ്റർ, മറ്റോടത്ത് 4 ഇവിടെ ഒരു 8 സെൻറ്റിമീറ്റർ എടുത്താണ്ട് ഇവിടെയും വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഞാനിത് നീട്ടി വരയ്ക്കുകയാണ്. രണ്ട് പോയിന്റുകളും വേണം തമ്മിൽ കൂട്ടിയിട്ടാണ് വരക്കേണ്ടത്, മാറിപ്പോകരുത്. ഇപ്പം എനിക്ക് ഇതേപോലത്തെ ഒരു ലൈന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ലൈനിൽ കൂടെ തന്നെ ഈ കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പം 2 പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇനി ഈ ചെറിയ പീസ് നമുക്ക് ആവശ്യമില്ല. ഈ വലിയ പീസാണ് എടുക്കുന്നത്. ഈ ചെറുത് ഞാൻ ഒഴിവാക്കി. ഇനി ഈ വലിയ പീസ് നമുക്ക് രണ്ടായിട്ട് ഇതിൻ്റെ ഒന്ന് നിവർത്തിയാണ്ട് അതിനെ രണ്ടാക്കി മടക്കിയെടുക്കുകയാണ് ഞാൻ. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഞാൻ ഇതിനെ രണ്ടാക്കി മടക്കി. രണ്ട് തലകളും മടക്കിയിട്ടുണ്ട്, കറക്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഈ മുകൾ ഭാഗത്തുനിന്ന് ഈ സ്കെയിൽ കാണുന്ന പോലെ 1 സെൻറ്റിമീറ്റർ എടുത്താണ്ട് വീണ്ടും ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ താഴത്തുനിന്ന് മുകൾക്കും 1 സെൻറ്റിമീറ്റർ വീണ്ടും വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ തുണി എടുക്കുമ്പോൾ നമ്മൾ പകുതിയായിട്ട് മടക്കണം. എന്നാലും നമുക്ക് ഇതിൻ്റെ താഴ് ഭാഗത്തേക്ക് ഒരു ലൈന് കാണും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ വരച്ചിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാം, ആ സെൻറ്ററിലോട്ട് ഈ പ്ലേറ്റ് ഇതിൻ്റെ മുകളിലോട്ട്
നമ്മൾ നേരത്തെ എടുത്ത പ്ലേറ്റ് ആണിത്. ഇനി പ്ലേറ്റ് ഇതിന്റെ മുകളിൽ വെച്ചാണ്ട് ഞാൻ ഒന്നുകൂടെ വരച്ചു കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പൊ ഇതാ ഇതുപോലെ കിട്ടും വരച്ചു കൊടുത്താല്. ഇതുപോലെ തന്നെ ഞാനിതാ ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് ഈ പ്ലേറ്റ് കുറച്ച് പുറത്തേക്ക് വെച്ചാണ്ട് ഞാൻ ഇതേ ഷേപ്പിൽ ഒന്നും കൂടെ വരച്ചെടുക്കുക. ഇതാ ഇപ്പം രണ്ട് ഭാഗത്ത് നമുക്ക് ഒരുപോലത്തെ രീതിയിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഈ വരച്ചത് ഈ ലൈനിൽ കൂടെ തന്നെ വീണ്ടും റെഡിക്ക് കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇവിടെയും കട്ട് ചെയ്തെടുക്കുകയാണ്. ശരിക്കും വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം ഇതാ നമ്മുടെ കട്ട് ചെയ്താണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ്, ഈ ഒരു ആകൃതിയിലാണ് നമുക്കിത് കിട്ടുക. ഇനി നമുക്ക് ഇതുപോലത്തെ വേറെ 2 പീസും കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാൻ നേരത്തെ നമ്മളെടുത്തിന് ഈ തുണി ഉണ്ടല്ലോ, ഇതിൽ തന്നെ ഞാൻ ഈ പീസ് വെച്ചെടുത്താണ്ട് ഞാൻ വരച്ചെടുക്കുകയാണ്. ഇത് വെച്ചാണ്ട് ആ പെന്ന് ഉപയോഗിച്ചാണ്ട് വേറെ ഒന്നും കാട്ടണ്ട. ഈ പെന്ന് ഉപയോഗിച്ചാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ബോർഡർ വരച്ചു കൊടുക്കുക. നമുക്ക് അതിൻ്റെ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വരച്ചു കൊടുത്തു. ഇപ്പം ഇതാ ഞാൻ 3 പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ കാണുന്ന ഈ മഞ്ഞ കളറിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ശീല ഞാൻ വേറെ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. അപ്പം അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾക്ക് 3 ഒരുപോലത്തെ തുണി എടുക്കാം. ഇനി ഞാനിത് ഈ 2 നല്ല ഭാഗങ്ങൾ ഇതാ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഒരുപോലത്തെ ശീലൻ്റെ 2 നല്ല ഭാഗങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാ ഈ 3-മത്തത് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചു. ഇതാ 3ഉം ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൽക്കാലത്തിന് ഈ 2 മാറ്റി, അടിയത്തെ 2 മാറ്റി വെച്ചാണ്ട് ഈ മുകളിലത്തെ പീസ് നമുക്ക് എടുക്കാം. ഈ മുകളിലത്തെ പീസ് ഞാൻ എന്ത് ചെയ്യാറ്, 2ആയിട്ട് മടക്കുക. മുകളിലത്തെ പീസ് നമുക്ക് ഇത് മുഴുവനായിട്ട് വേണ്ടത്, നമുക്കിത് പകുതി വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. പകുതി ആക്കിയാണ്ട് ഞാൻ ഈ 3-മത്തെ തുണി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ കട്ട് ചെയ്താണ്ട് ഇതാ എനിക്ക് 2 കിട്ടി. ഞാൻ ഈ 2ഉം നമ്മുടെ ഈ നേരത്തെ എടുത്ത് വെച്ച ഇതിൻ്റെ മുകളിലോട്ട് വെക്കുകയാണ്. ഒരു പീസ് ഞാൻ മുകളിലും വെച്ചു. കറക്റ്റ് ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മാസ്ക് നമ്മൾ വിചാരിച്ചവർക്ക് കിട്ടൂല. അപ്പം ഞാനിത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. ഇനി അതേപോലെ ഞാൻ ഇതെടുത്താണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തും വെച്ച് കൊടുക്കുകയാണ്. ശരിക്കും അടിയത്തതും മുകളിലത്തതും നമ്മൾ റെഡിക്ക് തന്നെ വെച്ച് കൊടുക്കണം. അപ്പം അതാ ഞാൻ റെഡിക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ 2 സൈഡും നല്ല രീതിയിൽ നല്ല ഒരു ഷേപ്പിൽ വളച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. തുന്നണം എന്നുള്ളവർക്ക് തുന്നാം, കാരണം ഇത് തുന്നിയാലും അടിച്ചാലും ഒക്കെ ഒരേപോലെ വരുള്ളൂ. ഒക്കെ ഉള്ളിലോട്ടാണല്ലോ പോകുക. ഇപ്പം മെഷീനൊക്കെ ഇല്ലാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് തുന്നാം. അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിൽ മെഷീൻ ഉണ്ടായതുകൊണ്ട് ഞാനിത് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡ് അടിച്ചു. ഇനി ഇതാ ഈ സൈഡിൽ ഇപ്പം 2 തുണികൾ മാത്രമേ ഉള്ളൂ. മറ്റേ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത 3-മത്തെ ഒരു തുണീൻ്റെ 2 പീസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ ഇവിടെ ഞാനിത് അടിച്ചെടുക്കുകയാണ്. ഈ 2 ഭാഗമുള്ളത് ഇത് 2ഉം കൂടി കൂട്ടിയിട്ട് ഞാനിത് അടിച്ചെടുത്ത്. അപ്പോൾ അതാ ഇങ്ങനെ വന്നു, കണ്ടില്ലേ? ഈ കട്ട് ചെയ്ത ഭാഗം ഇത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരും. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്തിൻ്റെ ഈ മൂലകൾ നമ്മൾ സെൻറ്ററിലോട്ട് നടുവിലോട്ട് കൊണ്ടുവരണം. ഇതാ ഇതുപോലെ നടുവിലോട്ട് കൊണ്ടുവരിക. അപ്പം നമുക്കിതാ ഇതേപോലെ 2 അടിച്ച ഭാഗങ്ങളും ഒരുമിച്ച് വരും. ഇതാ ഒരുമിച്ച് കൂട്ടി റെഡിക്ക് വെക്കുക. ചുളിവൊന്നും ഉണ്ടാവരുത്. കാരണം ഇനി അയൺ ചെയ്യണവർക്ക് അയൺ ചെയ്യുക, ഇസ്തിരി ഇടുന്നവർക്ക് ഇസ്തിരി ഇടാം. കാരണം ഇനി ഇത് അടിക്കുമ്പോൾ ഇത് വളയാനൊന്നും പാടില്ല. അങ്ങനെ വന്നാൽ ചുരുങ്ങിയാൽ നമ്മുടെ മാസ്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പം ഇനി ഞാനിതിൻ്റെ മുകളിലൂടെ അടിച്ചു കൊടുക്കുകയാണ്. അടിയിലും മുകളിലും. അടിയിൽ ഒരു ഭാഗത്ത് അടിക്കുമ്പോൾ നമ്മളിതാ കുറച്ച് സ്പേസ് ഇതുപോലെ ഇത്തിരി സ്പേസ് നമ്മൾ വിട്ടെടുക്കണം. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇനി ഞാനിതാ ഒരു ഭാഗം മുഴുവനായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗവും അടിച്ചു കൊടുക്കുക.
അടിഭാഗം അടിച്ച് മുഴുവനായിട്ട് അടിക്കരുത്. അതാ ഇത്തിരി ഭാഗം നമ്മൾ മാറ്റി വെക്കണം. അപ്പം നമ്മുടെ 4 മൂലകൾ നമ്മൾ അടിച്ചു കൊടുത്തു. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ കുറച്ച് ഒഴിവാക്കി ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ തുന്നിയെടുക്കുക. അപ്പം അതാ ഇത്ര ഭാഗം നമ്മൾ അടിക്കാതെ ഒഴിവാക്കിയത് ഇതാ ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഉൾഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഉൾഭാഗം നല്ല ഭാഗം നമ്മൾ പുറത്തേക്കാക്കി എടുക്കണം. ഇതാ ഇതേപോലെ കൊണ്ടുവരിക. അപ്പം ഇതാ നല്ല ഭാഗം നമുക്ക് പുറത്തേക്കും കിട്ടി. നമ്മൾ അടിച്ച അടിയണ ഭാഗമൊക്കെ നമ്മുടെ ഉള്ളിലോട്ടും പോയി. ഇപ്പം നമ്മുടെ 3 ലെയറും ഇതാ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആ അടിച്ച നമ്മൾ മൂന്നാമത് വെച്ച പീസും കൂടി കൂട്ടിയിട്ട് ഇതാ 3 ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പീസ് 2 സൈഡിലും കൂടി ആയിട്ട് പോകും. ഈ അടിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് അത് പോയിട്ടുണ്ടാവും. ഒരു ഭാഗത്ത് വെച്ചെങ്കിലും 2 ഭാഗത്തായിട്ട് നമ്മളത് മടക്കുമ്പോൾ പോയിട്ടുണ്ടാവും. ഇനി ഇതാ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഓട്ടയിലൂടെ നമ്മുടെ ഈ ഒരു വിരലുണ്ടാവുമല്ലോ, ഈ ഒരു വിരൽ ഉപയോഗിച്ചാണ് നമ്മൾ ആ വിരൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ മൂലക്കെന്ന് നമ്മൾ അതിൻ്റെ അങ്ങേ അറ്റത്തെ ഈ മൂലയിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. നമ്മുടെ വിരല് അവിടെ മുട്ടിക്കുക, ഈ മൂലയിൽ മുട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്കിനി അതിന് അവിടെ അള്ളി പിടിച്ചാണ്ട് ഇവിടെ അള്ളി പിടിച്ചാണ്ട് ഞാനിതിങ്ങോട്ട് ഉള്ളിന്ന് പുറത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പം ഇത് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ നല്ല ഭാഗത നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഈ അടിച്ച അടിഭാഗം എന്താ നടുവിൽ സെൻറ്ററിലായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ നമ്മുടെ നേരത്തെ ഒഴിച്ചിട്ട ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ 2 പൊങ്ങി നിൽക്കുന്ന നൂലൊക്കെ ഞാൻ ഉള്ളിലേക്ക് മടക്കിയാണ്ട് ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്. തുന്നണവർക്ക് തുന്നും ചെയ്യാം. അപ്പം ഞാനിവിടെ അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ഒഴിഞ്ഞ ഭാഗം കൂടി നമ്മൾ ഫില്ലാക്കി എടുക്കണം. അതാ ഇത് ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മാസ്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് റെഡിക്ക് ഒന്നും കൂടി കിട്ടും. അത് നമ്മുടെ മാസ്ക് നല്ല ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു എലാസ്റ്റിക്, ഈ എലാസ്റ്റിക്കിൻ്റെ ചിലവ് മാത്രമാണ് ഇപ്പം നമുക്കിതിന് വരിക. ഇപ്പം ഞാനൊരു 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു എലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത്. ഇത് 2 സൈഡും മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പിന്നിലൂടെ നമുക്ക് ഈ നൂല് ഉള്ളിൽ കൂടെ കോർത്തെടുക്കാം. അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഞാൻ ചെയ്യണമായിരിക്കും. ഈ 2 തല ഈ ഇലാസ്റ്റിക്കിൽ 2 തല വെച്ചാണ്ട് അത് മാത്രമായിട്ട് അടിക്കുക, മുഴുവനായിട്ട് അടിക്കാതെ 2 തലകൾ മാത്രം അടിക്കുക. അപ്പോൾ ഇതാ 2 സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുഖത്തിൽ വെച്ചാലും നല്ലൊരു സുഖമുള്ള മാസ്കാണ്, കോട്ടൻ്റെ ആയതുകൊണ്ട്. അപ്പം നമ്മുടെ മാസ്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.